പ്രമുഖരില്ലാതെ ഭരണസമിതി. അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോഹൻലാൽ തുടരില്ല എന്ന കാര്യം അത് നമുക്ക് നേരത്തെ തന്നെ വ്യക്തമായതാണ്. മോഹൻലാൽ ഇനി മത്സരിക്കുന്നില്ല എന്നത് നേരത്തെ വ്യക്തമാക്കിയതാണ്. ഈ സാഹചര്യത്തിൽ ആരൊക്കെ മുന്നോട്ട് വരുന്നു? ജഗദീഷും ശ്വേതാ മേനോനും രവീന്ദ്രനും മത്സര രംഗത്തേക്ക് എത്തും എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഇന്ന് പത്രിക നൽകാനുള്ള അവസാന തീയതിയാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷ് മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട്. കാരണം അദ്ദേഹം താരങ്ങളിൽ നിന്ന് പിന്തുണ തേടിയിട്ടുണ്ട്. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ബാബുരാജും ജോയ് മാത്യുവുമാണ് മത്സര രംഗത്ത് എത്തുന്നത്. 110 താരങ്ങൾ വിവിധ സ്ഥാനത്തേക്ക് പത്രികകൾ വാങ്ങിയിട്ടുണ്ട്. വൈകിട്ട് പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയാണ്. അപ്പോൾ ഒരു ചിത്രം വ്യക്തമാകും ആരൊക്കെ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നത് സംബന്ധിച്ച്. പക്ഷേ പത്രിക പിൻവലിക്കുന്ന തീയതി ആയി കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ആരൊക്കെ മത്സര രംഗത്തുണ്ട് എന്നതിലൊരു അന്തിമ ചിത്രം ലഭ്യമാവുകയുള്ളൂ. എന്തായാലും അമ്മ ഭരണസമിതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് വൈകുന്നേരം ഒരു നിർണായക ദിവസമായി മാറുകയാണ്. മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരണമെന്ന ചർച്ചകൾ സജീവമായി ഉണ്ടായിരുന്നെങ്കിലും മത്സരിക്കില്ല എന്ന ഉറച്ച നിലപാട് ലാൽ എടുത്തതോടെയാണ് കണ്ണുകൾ മറ്റ് താരങ്ങളിലേക്ക് ഇപ്പോൾ നീളുന്നത്. മത്സര രംഗത്ത് ആരെല്ലാം എന്ന് നോക്കിയാൽ അമ്മയിൽ 505 താരങ്ങളാണ് അംഗങ്ങളായുള്ളത്. 110 താരങ്ങൾ ഇതിൽ പത്രിക വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ 110 പേർ മത്സരിക്കാൻ ആലോചിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമാകുന്നു. അമ്മയുടെ ചരിത്രത്തിൽ തന്നെ അസാധാരണമായ സംഭവങ്ങൾക്കാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോഹൻലാൽ മത്സരിക്കാനില്ലാതെ വരുന്നതോടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷ് ശക്തമായി മത്സര രംഗത്തേക്ക് വരുന്നു. ശ്വേതാ മേനോനും രവീന്ദ്രനും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനിറങ്ങുന്നു. മറ്റ് താരങ്ങളെ കണ്ട് ഇവർ പിന്തുണ തേടുകയാണ്. നിലവിൽ കുഞ്ചാക്കോ ബോബൻ, വിജയരാഘവൻ എന്നിവർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കണമെന്ന ആവശ്യം ശക്തമായി ഉയരുന്നുണ്ട്. പക്ഷേ ഇവർ മനസ്സ് തുറന്നിട്ടില്ല. കുഞ്ചാക്കോ ബോബനെ പോലൊരു യുവതാരം മത്സരിക്കാൻ എത്തിയാൽ അത് വലിയ രീതിയിൽ സംഘടനയ്ക്ക് ഗുണം ചെയ്യും എന്ന് വാദിക്കുന്നവരാണ് ഒരു വലിയ പക്ഷം അമ്മയിലുള്ളവർ. പ്രമുഖ താരങ്ങൾ, മുതിർന്ന താരങ്ങൾ മത്സരിക്കുന്നില്ല എങ്കിൽ കുഞ്ചാക്കോ ബോബൻ ആ നിലയിലേക്ക് എത്തണം എന്നതാണ് അവർ പറയുന്ന കാര്യം. തൊട്ടടുത്ത ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജ് മത്സരിക്കാൻ തയ്യാറെടുക്കുമ്പോൾ എതിർക്കാൻ ജോയ് മാത്യു എത്തും എന്നതാണ് ഇപ്പോഴത്തെ ചിത്രം. ഒരു വിഭാഗം താരങ്ങൾ ആരോപണ വിധേയനായ ബാബുരാജ് മത്സരിക്കുന്നതിൽ ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. ജോയ് മാത്യു മത്സര രംഗത്തേക്ക് എത്തുന്നു എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ തവണ മത്സര രംഗത്തേക്ക് എത്തിയവരിൽ പല താരങ്ങളും ഇത്തവണയും മത്സര രംഗത്തുണ്ട്. മുൻ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു, ജയൻ ചേർത്തല, ഷീലു എബ്രഹാം, അൻസിബ, അനൂപ് ചന്ദ്രൻ, നന്ദു പൊതുവാൾ, സജിത ബേട്ടി, ലക്ഷ്മി പ്രിയ, അഞ്ജലി നായർ, ആശ അരവിന്ദ്, അനൂപ് ചന്ദ്രൻ, കുക്കു പരമേശ്വരൻ എന്നിവർ മത്സരിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. പത്രിക സമർപ്പിച്ചവർ പലരും ഏത് സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന് ഉറപ്പിച്ചിട്ടില്ല. പല സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാനുള്ള പത്രികകൾ നൽകുന്നു. അതിനുശേഷം ഒരു തീരുമാനം എന്ന നിലയിലായിരിക്കും കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ പത്രിക പിൻവലിക്കുന്ന ദിവസമായാൽ മാത്രമേ നമുക്കിതിലൊരു വ്യക്തത വരികയുള്ളൂ. മോഹൻലാൽ തുടരണം എന്നതായിരുന്നു പൊതുവികാരം. നമ്മൾ പലകുറി അത് സൂചിപ്പിച്ചു കഴിഞ്ഞു. പുതിയ താരങ്ങൾ വരട്ടെ എന്നും താൻ മത്സരിക്കാനില്ല എന്നും തീരുമാനമെടുത്തുകൊണ്ടാണ് കഴിഞ്ഞ ജനറൽ ബോഡിയിൽ മോഹൻലാൽ തീരുമാനം തുറന്നു പറഞ്ഞത്. അങ്ങനെയാണ് മത്സരത്തിന് കളമൊരുങ്ങിയത്. മുൻനിര താരങ്ങൾ പിൻവലിഞ്ഞു നിൽക്കുന്നതിനാൽ അമ്മ തെരഞ്ഞെടുപ്പിൽ ആവേശം ചോരുന്നു എന്ന ഒരു വികാരമുണ്ട് പൊതുവെ താരങ്ങൾക്ക്. നാമനിർദ്ദേശ പത്രിക സമർപ്പണം വ്യാഴാഴ്ച അവസാനിക്കും. ഇന്ന് അവസാനിക്കും. പ്രമുഖരൊന്നും ഇതുവരെയും രംഗത്ത് വന്നിട്ടില്ലാത്ത സാഹചര്യം. പ്രധാന സ്ഥാനങ്ങളിലേക്ക് മുൻനിര താരങ്ങൾ ഉണ്ടായിരുന്ന മുൻകാല തെരഞ്ഞെടുപ്പുകളിലെ ആവേശം അവരുടെ അഭാവത്തിൽ ഇല്ലാതായി എന്ന് മത്സര രംഗത്തുള്ളവർ തന്നെ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രധാന താരങ്ങൾ വിട്ടുനിന്നാൽ സംഘടനയുടെ പ്രസക്തി ഇല്ലാതാകുമെന്ന അഭിപ്രായം അമ്മയിൽ പലരും പ്രകടിപ്പിക്കുന്നു. മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും എല്ലാ കാലത്തും അമ്മ ഭരണസമിതിയുടെ പ്രധാന സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നവരാണ്. അവരാരും ഇക്കുറി മത്സര രംഗത്തേക്കില്ല. സോമനും മധുവും ഇന്നസെന്റും ഒക്കെ പ്രസിഡന്റ് ആയിരിക്കെ വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങൾ ഇവർ വഹിച്ചിരുന്നു. ഇന്നസെന്റിനൊപ്പം തുടർച്ചയായ 4 ടേമിൽ മോഹൻലാൽ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഇന്നസെന്റിന്റെ മരണശേഷം കഴിഞ്ഞ 3 ടേമിൽ പ്രസിഡന്റ് സ്ഥാനവും വഹിച്ചു. ഹേമ കമ്മിറ്റി വിവാദത്തെ തുടർന്നാണ് ഈ ഭരണസമിതി രാജിവെച്ച് ഒഴിഞ്ഞത്. അവസാന ഭരണസമിതിയെ നയിച്ചത് മോഹൻലാലാണ്. എന്തായാലും ഈ മാസം 31-നാണ് അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരുന്നത്. ഭരണസമിതി തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് 15-ന് നടക്കും. ഈ
പത്രിക പിൻവലിക്കുന്ന സമയമായാൽ ആരൊക്കെ മത്സര രംഗത്തുണ്ട് എന്നത് നമുക്ക് വ്യക്തമാകും. എന്തായാലും പ്രമുഖ മുതിർന്ന താരങ്ങളില്ലാത്ത ഭരണസമിതിയായിരിക്കും ഇനി മുതൽ അമ്മയെ മുന്നോട്ട് നയിക്കുക എന്ന കാര്യം വ്യക്തമായിരിക്കുകയാണ്.